ഒരു സ്ത്രീയെ വളരെ എളുപ്പത്തിൽ രതിമൂർച്ചയിലെത്താൻ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫിംഗറിംഗ് അല്ലെങ്കിൽ കൈവിരലുകൾ കൊണ്ടുള്ള ലൈംഗിക ഉത്തേജനം. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ കൈവിരലുകൾ കൊണ്ട് മാത്രം ഒരു സ്ത്രീയെ ലൈംഗിക ഉത്തേജനം അല്ലെങ്കിൽ രതിമൂർച്ചയിലെത്തിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ്. ഈ വീഡിയോ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മളാരും തന്നെ ഫിംഗറിങ്ങിനെ പറ്റി പരസ്പരം സംസാരിക്കാറില്ല. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഈ ലൈംഗിക പ്രശ്നങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അതുണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുരുഷന്മാർക്ക് സ്വയംഭോഗം എത്രമാത്രം ഇഷ്ടമാണോ അത്ര തന്നെ സ്ത്രീകൾക്കും ഇഷ്ടമുള്ള ഒരു പ്രവൃത്തിയാണ് ഫിംഗറിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫിംഗറിംഗ്? ഒരു സ്ത്രീയുടെ വൾവ ഏരിയ കൈവിരലുകൾ കൊണ്ട് ലൈംഗികമായിട്ട് ഉത്തേജിപ്പിക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് ഫിംഗറിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ വൾവ ഏരിയ? ഈ വൾവ ഏരിയ എന്ന് പറയുന്നതാണ് ഒരു സ്ത്രീയുടെ വജൈനയ്ക്ക്, അതിലേക്ക് യോനിക്ക് പുറമേ കാണുന്ന സ്ട്രക്ചർ. അതായത് ക്രിസരി എന്ന് വിളിക്കുന്ന ക്ലിറ്ററിസ്, വജൈനയുടെ ചുണ്ടുകൾ എന്ന് പറയുന്ന ലേബിയ മൈനോറ, മജോറ, യുറേത്ര എന്ന് പറയുന്ന മൂത്രനാളി, ഇതൊക്കെ അടങ്ങുന്ന പ്രദേശത്തിനാണ് വൾവ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശം കൈവിരലുകൾ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, ഉത്തേജിപ്പിക്കുന്ന ലൈംഗിക പ്രക്രിയയ്ക്കാണ് ഫിംഗറിംഗ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പല സ്ത്രീകളും ഒരു വിരൽ കൊണ്ടോ അല്ലെങ്കിൽ 2 വിരൽ കൊണ്ടോ ക്രിസരിയിൽ സ്പർശിച്ചാണ് ഫിംഗറിംഗ് ചെയ്യുന്നത്. ഈ ക്രിസരി എന്ന് പറയുന്ന അവയവമാണ് സ്ത്രീകൾക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് രതിസുഖത്തിന് വേണ്ടിയുള്ള അവയവം. ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളിൽ വെച്ച് രതിസുഖത്തിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു അവയവമുള്ളതും സ്ത്രീകൾക്ക് മാത്രമാണ്. ചില സ്ത്രീകൾ ഈ ക്രിസരിയുടെ സ്പർശനത്തോടൊപ്പം തന്നെ പെനിട്രേറ്റീവ് ഫിംഗറിങ്ങും ചെയ്യാറുണ്ട്. അതായത് കൈവിരലുകൾ യോനിക്ക് ഉള്ളിൽ ഇട്ട് ലൈംഗികമായിട്ട് ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രവൃത്തി. മിക്ക പുരുഷന്മാരും പോൺ വീഡിയോസ് കണ്ടുകൊണ്ടാണ് സ്വയംഭോഗം ചെയ്യുന്നത്. അതുപോലെ തന്നെ പല സ്ത്രീകളും പോൺ വീഡിയോസ് കണ്ടുകൊണ്ട് ഫിംഗറിങ്ങും ചെയ്യാറുണ്ട്. ഈ ഫിംഗറിംഗ് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്ത്രീയുടെ യോനിക്കുള്ളിൽ നടക്കുന്ന മറ്റൊരു പ്രതിഭാസമാണ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ത്രീയെ വേദനാരഹിതമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ സഹായിക്കുന്ന ഒരു ദ്രാവകമാണ് ഈ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഫിംഗറിംഗ് എന്ന് പറയുന്ന ലൈംഗിക പ്രവൃത്തി സെക്ഷൽ ഇന്റർകോഴ്സിന് മുമ്പുള്ള ഫോർപ്ലേയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു ലൈംഗിക പ്രവൃത്തിയാണ്. ഈ സെക്സ് ടോയ്സും വൈബ്രേറ്റേഴ്സും ഒക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളും ഫിംഗറിംഗ് തന്നെയാണ് ചെയ്യുന്നത്. അവർ കൈവിരലുകൾക്ക് പകരം സെക്സ് ടോയ്സും വൈബ്രേറ്റേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ലെസ്ബിയൻസ്, അതായത് സ്വർഗ്ഗ അനുരാഗികളായിട്ടുള്ള സ്ത്രീകളും രതിമൂർച്ചയിൽ എത്തുന്നതും ഫിംഗറിങ്ങിലൂടെ തന്നെയാണ്. ഇനി ഫിംഗറിങ് ചെയ്യുന്നതിന് മുമ്പ് അത്യാവശ്യം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യമായി വേണ്ടത് ശുചിത്വമാണ്. ഒരു സ്ത്രീയുടെ വൾവ ഏരിയ എന്ന് പറയുന്ന ആ പ്രദേശം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകൾ വൃത്തിയായി കഴുകി നഖങ്ങൾ വെട്ടിയതിന് ശേഷം മാത്രമേ ഫിംഗറിങ് പോലെയുള്ള ഒരു ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതുവഴി മുറിവും ഇൻഫെക്ഷനും വേദനയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ കൈവിരലുകളിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ ഫിംഗറിങ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എങ്ങനെയാണ് ഫിംഗറിംഗ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ വേണം ഫിംഗർ ചെയ്യാൻ. ഈ വീഡിയോയിലും മറ്റും നിന്നുകൊണ്ട് ഫിംഗർ ചെയ്യുന്ന പലപ്പോഴും കാണിക്കാറുണ്ട്. പക്ഷേ അത് ഒരു സുഖകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറണമെന്നില്ല. അതുപോലെ തന്നെ ഈ ഫിംഗർ ചെയ്യുമ്പോൾ വളരെയധികം ശക്തി ഉപയോഗിക്കാതെ സ്ലോ ആയിട്ട് ഫിംഗർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാനും പറ്റുകയുള്ളൂ. പല സ്ത്രീകൾക്കും ഈ ഫിംഗറിങ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് സംഭവിക്കേണ്ട, നമ്മൾ മുമ്പ് പറഞ്ഞ ആ ലൂബ്രിക്കേഷൻ സംഭവിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ, സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ സ്റ്റോറിലുമൊക്കെ വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫിംഗറിങ് ചെയ്യുമ്പോൾ വളരെ ആവശ്യമായിട്ട് വേണ്ട വേറൊരു കാര്യമാണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് തുറന്ന ഒരു സംഭാഷണം. കൈവിരലുകൾ കൊണ്ട് എവിടെയാണ് സ്പർശിക്കേണ്ടത്, എങ്ങനെയാണ് സ്പർശിക്കേണ്ടത്, എത്ര വിരലുകൾ ഉപയോഗിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു അനുഭവം വളരെയധികം മെച്ചപ്പെടുത്തും. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് ഫിംഗറിങ്ങിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയമുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, വീഡിയോ ചെയ്യുന്നതായിരിക്കും. So until next time, this is Sangeet Sebastian signing off for VWalk. Just sex, no shame.